ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലം വരോട് 4-ാം മൈൽ ഉന്നതിയിൽ 25 ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം വരോട് 4-ാം മൈൽ ഉന്നതിയിൽ 25 ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലറും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സബിത, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൽ നാസർ, ടി ലത തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ പട്ടികജാതി വകുപ്പിന്റെ ഐശ്വര്യഗ്രാമം പദ്ധതി 2025-26 ഉൾപ്പെടുത്തിയാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുക. 21 SC കുടുംബങ്ങളും 4 ST കുടുംബങ്ങളുമാണ് ഈ ഉന്നതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഉന്നതിയിലെ പൊതു സൗകര്യങ്ങൾക്കായും കുടുംബങ്ങളുടെ പാർപ്പിടങ്ങൾക്കുമായാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് എന്നും ജില്ലയിലെ 2 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഐശ്വര്യഗ്രാമം പദ്ധതി ലഭിച്ചത് എന്നും അത് തന്റെ വാർഡിലേക്കായതിൽ സന്തോഷമുള്ളതായും വാർഡ് കൗൺസിലർ സബിത പറഞ്ഞു. നഗരസഭയിൽ 1-ാം വാർഡിലെ 4-ാം മൈൽ ഉന്നതിയിലേക്ക് ഐശ്വര്യഗ്രാമം പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ 21 കുടുംബങ്ങളാണ് പട്ടികജാതി ഇതിൽപ്പെട്ട കുടുംബങ്ങളാണുള്ളത്. 4 ST കുടുംബങ്ങൾ കൂടി ആ കോളനിയിലുണ്ട്. അപ്പോൾ ഇവരുടെ ഭൗതിക സാഹചര്യം വീടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ പൊതുകാര്യങ്ങൾ ആ പ്രദേശത്ത് പൊതുപ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്, വെള്ളം, വെളിച്ചം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡ്രെയിനേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ അനങ്ങനടി പഞ്ചായത്തിൽ നമ്മുടെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കേളു അവറുകളാണ് ഇതിൻ്റെ അടുത്ത ദിവസം അനങ്ങനടി പഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ 2 ഒരു പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിക്കാണ് ഈ ഐശ്വര്യഗ്രാമം പറഞ്ഞ പദ്ധതി ലഭിച്ചിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വാർഡിലേക്ക് അത് കിട്ടിയതിൽ. ഈ ഉന്നതി അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിരുന്നതായും എന്നാൽ അവിടെ 50% പൊതു സൗകര്യങ്ങളുടെ കുറവില്ലെന്നും 25 SC കുടുംബങ്ങൾ ഇല്ലാത്തതും കാരണമാണ് ആ പദ്ധതി നടപ്പിലാവാതെ പോയതെന്നും കൗൺസിലർ പറഞ്ഞു. എന്തായാലും അതിൻ്റെ പ്രവർത്തനോദ്ഘാടനമാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുന്നേ നമുക്ക് 4-ാം മൈൽ ഉന്നതിയിലേക്ക് ഒറ്റപ്പാലം മണ്ഡലത്തിൽ തന്നെ 4-ാം മൈൽ ഉന്നതിയിൽ അംബേദ്കർ ഗ്രാമം പറഞ്ഞൊരു പദ്ധതി MLA നേതൃത്വത്തിൽ പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ അന്ന് 25 കുടുംബങ്ങൾ അല്ലെങ്കിൽ 30 കുടുംബങ്ങൾ ഉണ്ടെങ്കിലാണ് അംബേദ്കർ ഗ്രാമം പറഞ്ഞ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ അവിടെ 21 കുടുംബം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ പദ്ധതി പിന്നെ അവിടെ 50% പൊതു കാര്യങ്ങൾ, റോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ അവിടെ അത്രയും പ്രവൃത്തി ചെയ്യാൻ ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ആ ഫണ്ട് നമുക്കത് ലഭിക്കാതെ പോയത്. എങ്കിലും MLA നേതൃത്വത്തിൽ അവിടെ ആ പ്രദേശത്തെ അവിടുത്തെ 4-ാം മൈൽ ഉന്നതിനെ പ്രത്യേകം ഒരു അത് കണ്ടുകൊണ്ടാണ് ഐശ്വര്യഗ്രാമം പറഞ്ഞ പദ്ധതി നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്.